ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് എൻ്റെ സ്റ്റേഷനറി കളക്ഷൻസ് ആണ്. സ്റ്റേഷനറി കളക്ഷൻസ്, ജേർണലിംഗ് കളക്ഷൻസ്. അപ്പം നിങ്ങൾക്ക് എല്ലാം ഞാനൊന്ന് വിശദമായി കാണിച്ചു തരാം. എൻ്റെ ആകെ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ജേർണലിംഗ് ചെയ്യണത്. അപ്പോൾ ഞാൻ പണ്ട് സാധനങ്ങളില്ലാണ്ട് തന്നെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയപ്പോൾ അത് വെച്ചാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് ഇത് സ്റ്റേഷനറി കളക്ഷൻസ് ആണ്. ഫസ്റ്റ് എനിക്ക് 3 പെട്ടികളുണ്ട്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പെട്ടി. ഒന്നാമത്തെ പെട്ടിയിൽ അങ്ങനെയൊന്നുമില്ല, സ്റ്റിക്കറൊക്കെയാണ്. എനിക്ക് പിന്നെ ആകെ ഈ 20 വാഷിംഗ് ടേപ്പ് ഉള്ളൂ. ഒരു ഡോഗിൻ്റെ വാഷിംഗ് ടേപ്പാണ്. കണ്ടാൽ മനസ്സിലാകുന്നത് ഒരു ഡോഗ് കണ്ടോ, 2 കോഡ്. ഇത് ഡോഗിൻ്റെ വാഷിംഗ് ടേപ്പാണ്. പിന്നെ ഇത് ഹാർട്ട് ഷേപ്പിൻ്റെ വാഷിംഗ് ടേപ്പാണ്. ദേ ഗൈസ്, ഇങ്ങനെ കണ്ട, ഇത് ഹാർട്ട് ഷേപ്പിൻ്റെ വാഷിംഗ് ടേപ്പാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡോഗിൻ്റെ വാഷിംഗ് ടേപ്പാണ്. ദേ ഗൈസ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലും ഡോഗിൻ്റെ വാഷിംഗ് ടേപ്പാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറാണ്. ഇത് 20 ഷീറ്റ്സിൻ്റെ വരുന്ന കവായി സ്റ്റിക്കറാണ്. ഇത് 20 മൾട്ടി കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്. എനിക്കിത് സ്പേസിൻ്റെ ആണ് കിട്ടിയത് ഗൈസ്. കണ്ട, സ്പേസ് ഗേൾസ്, സ്പേസിൻ്റെ ആണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വാങ്ങിച്ചിട്ട് കിട്ടിയത് ഏതാണ്. എനിക്ക് സ്പേസാണ് കിട്ടിയത്. ഇതിങ്ങനെ ഒന്ന് റോള് ചെയ്തിട്ട് ഞാൻ ഇതിലിങ്ങനെ വെക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് വാങ്ങിച്ചപ്പോൾ എൻ്റെ ഇതില്ലേ, അത് ഞാൻ ഇത് എടുത്ത് വെച്ചത് എനിക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതാണ് ഈ പെട്ടിയാണ് എൻ്റെ ഫസ്റ്റ് പെട്ടി. ഇത് കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നമുക്ക് അടുത്ത പെട്ടിയിലോട്ട് കയറാം. അടുത്ത പെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ പേപ്പർ പെട്ടിയാണ്. പാറ്റേൺ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാറ്റേൺ പേപ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പെട്ടിയിൽ വെക്കണേ. ഇതിൽ ഞാൻ വെക്കണത് എന്താ വെച്ചാൽ ഗമ്മ്, അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പുറത്തെ പെട്ടിയിലാണ് വരേണ്ടത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അങ്ങോട്ട് മാറ്റി വെക്കും. ഇതൊക്കെ അപ്പുറത്തെ പെട്ടിയിലുള്ള സാധനങ്ങളാണ്. ഹൈലൈറ്ററൊക്കെ ഞാൻ ഇതിലാണ് വെക്കാറ്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റിക്കി നോട്ട് എൻ്റെ കയ്യിലുള്ള വേറൊരു കുന്ത്രണ്ടല്ല ഗൈസ്. ഇങ്ങനെ പിങ്കും യെല്ലോ ഹൈലൈറ്റർ കളറും. പിന്നെ വന്നത് ഇതിൽ കുറേ പാറ്റേൺ പേപ്പറും ഉണ്ടാക്കാനുള്ള പേപ്പറുമാണ് ഗൈസ്. കണ്ട, കുറേ അധികം പാറ്റേൺ പേപ്പേഴ്സും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. കണ്ട, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പെട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പെട്ടിയിൽ ഞാൻ ഇങ്ങനെ വലിച്ചേരിയിടുമ്പോൾ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ പാറ്റേൺ പേപ്പറാണ്. പറഞ്ഞോളൂ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു 25ൻ്റെ ഗമ്മും ഒരു ബ്ലാക്ക് പേനയും ആണ്. അത് ഞാൻ പിന്നെ പറയാം ഗൈസ്, എനിക്ക് പോയാൽ മതി. അപ്പോൾ ഇത് പാറ്റേൺ പേപ്പേഴ്സാണ്. നെക്സ്റ്റിൽ ഞാൻ എല്ലാം പറയാം. അപ്പോൾ ഇതാണ് അടുത്ത പെട്ടി. ഇതിൽ എനിക്കൊരു 25ൻ്റെ ഒരു ടേപ്പ് ഉണ്ട്, പിന്നെ ഒരു കുഞ്ഞ് കത്രികയുണ്ട്, പിന്നെ ഇത് 10 രൂപേൻ്റെ വേറൊരു കുഞ്ഞ് ടേപ്പ് ഉണ്ട്, പിന്നെ ഒരു സ്കെയിലുണ്ട്. ഞാനൊരു സ്കെയിലിനൊരു സ്റ്റൈലിഷ് ആക്കിയതാണ്, ബ്ലൂ കളറൊക്കെ അടിച്ച് സ്കെയിലാണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്. അത് ഞാൻ സ്റ്റിക്കർ തീരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ആ സ്റ്റിക്കർ കാണിച്ചു തരാം. ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളൊരു മാതൃഭൂമിൻ്റെ കുഞ്ഞ് ഡേരാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഈ 2 മാർക്കർ പെന്നുണ്ട്, ബ്ലാക്ക് കളറിൻ്റെ. പിന്നെ കുറച്ച് കളർ പെൻസിലൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ കളർ പെൻസിലൊന്നും ഇല്ല അങ്ങനെ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു 3 ഹൈലൈറ്ററാണ്. 2 എണ്ണം ഹൈലൈറ്റർ യെല്ലോ ഷെയ്ഡുള്ള കളർ, പിന്നെ ഒരെണ്ണം ഓറഞ്ചിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ 2 പേനയുണ്ട്. ഒരു പേന ഞാൻ ഡയറിക്ക് യൂസ് ചെയ്യും, ഒരു പേന ഞാൻ ജേർണലിൽ യൂസ് ചെയ്യും. പിന്നെ എൻ്റെ ഒരു പെൻസിലുണ്ട്, ഒരു റബ്ബറുണ്ട്. പിന്നെ അപ്പം അടുത്ത പെട്ടി നമുക്ക് നോക്കാം. ഉള്ളത് ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ്. ഞാൻ കൊറിയന്നൊക്കെ വാങ്ങിച്ചതാണ്. കൊറിയന്നില്ല, ആമസോണിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രസ്സപ്പ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സാണ്. തലയോട്ടികളുണ്ട്, പിന്നെ ബോഡീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ബോഡീസ്. പിന്നെ കുറേ അധികം ഡ്രസ്സസും ഉണ്ട്. കണ്ട, ഡ്രസ്സ്, തലയോട്ടി, അങ്ങനെ. പിന്നെ കുറച്ച് ക്യൂട്ട് സാധാ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കണ്ട, സാധാ സ്റ്റിക്കേഴ്സും ഉണ്ട്. ഇത് 100 സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ 100 ഷീറ്റ് ഉണ്ട്. അപ്പം ഇത് തീരുമ്പോഴാണ് ഞാൻ മറ്റേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കളക്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത് എൻ്റെ ഒരു
സ്റ്റിക്കറാണ്, വേറൊരു സ്റ്റിക്കറാണ്. പിന്നെ എനിക്ക് ഒരു ഡാർക്ക് കളേഴ്സിൻ്റെ ബ്രഷ് പെൻ ഉണ്ട്. ഇത് 14 കളേഴ്സ് ഉള്ളത്. ഇങ്ങനെ ഡാർക്ക് കളേഴ്സാണ്, എല്ലാം ഡാർക്ക് കളേഴ്സാണ് അല്ലേ. ഗ്രീൻ ലൈറ്റ് അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത് ഒരു ബ്ലെൻഡറും ഒരു സിൽവറും ആണ്. അപ്പോൾ ഇത് എൻ്റെ ബ്രഷ് പെൻ. അപ്പോൾ വേറെ എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്ബുക്കാണ്. ഈ ഒരു നോട്ട്ബുക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പറിൻ്റെ ഇതാണ്. ഞാൻ ഇതിൽ വൈറ്റ് പേപ്പറൊക്കെ കയറി ഒട്ടിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ അല്ല, ഞാൻ ഇത് ചുമ്മാ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് പാറ്റേൺ പേപ്പേഴ്സ്. എൻ്റെ കയ്യിലുള്ള ബ്രഷ് പെൻ വെച്ച് എല്ലാ കളറും ഞാൻ ചെയ്തിട്ടുണ്ട്. യെല്ലോ, പിങ്ക്, പർപ്പിൾ, വയലറ്റ്, ഇത് ഏത് കളറും ഇതിലുള്ള. പിന്നെ പിങ്ക്, ഓറഞ്ച്, ബേബി പിങ്ക്, ഗ്രീൻ, റെഡ്, ബ്ലൂ, ബ്രൗൺ, സിൽവർ ആൻഡ് ബ്ലാക്ക്. അങ്ങനെ ഇത്രയും കളേഴ്സിൻ്റെ പാറ്റേൺ പേപ്പർ പോലത്തെ ഉള്ളൊരു കളർ പേപ്പർ ആണ്. എൻ്റെ കയ്യിലുള്ളത് എന്തെന്നാ ഒരു ബുക്കാണ്. ഇത് കീറി ഒട്ടിക്കാനൊക്കെ നല്ലതാണ്. ലൈൻ പേപ്പറാണ്. എൻ്റെ കയ്യിൽ വൈറ്റ് പേപ്പർ ഇല്ല, അത് വേറെയും. ഇത് ലൈൻ പേപ്പറിൻ്റെ ആണ്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നുണ്ട്. ഇതെന്താ ഫോം ഷീറ്റ് എന്ന് ഞാൻ വിളിക്കുന്നു. ഇതെന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞിച്ചിരി വെള്ളം ഇങ്ങനെ ഒന്ന് ഇച്ചിരി വെള്ളം പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഉണക്കാൻ വെച്ചാൽ മതി. ഇങ്ങനത്തെ ഒരു കട്ടി പോയിട്ടുള്ള പേപ്പർ കിട്ടും. ഞാൻ ബുക്കിലൊക്കെ ചെയ്യാൻ നോക്കിയാൽ വെച്ചതാണ്, പക്ഷേ നടന്നില്ല. അപ്പം ഇതിൻ്റെ ഒരു 10 ഷീറ്റ്സാണ്. കുറേയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ജേർണലിംഗ് ഡയറിയാണ്. എൻ്റെ കയ്യിൽ 4 ഡയറീസ് എങ്ങാണ്ട് ഉണ്ട്. ഇത് എല്ലാവരും വീഡിയോസിലും ഞാൻ ഈ ഡയറി വെച്ചിട്ടാണ് ജേർണലിംഗ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ 4 ഡയറി ഉണ്ട്. ഇതാണ്. ഇതിൽ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ട്സൊക്കെ ഞാനിപ്പോൾ ഇത് തോട്ട്സ് ഇതാണ് യൂസ് ചെയ്യണേ. കണ്ട, എനിക്ക് കുറച്ച് തോട്ട്സൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കും. എനിക്ക് മറവിയില്ല, ഇത് ഞാൻ മറന്നു പോകും ഗൈസ്. ഞാൻ ഈ ഒരു ഡയറിയിൽ എൻ്റെ കുറച്ച് കിട്ടുന്ന തോട്ട്സൊക്കെ എഴുതി വെക്കും. പിന്നെ സാധാ ഒരു ഡയറി പോലത്തെ ഒരു ഡയറി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറുള്ള ഡയറിയാണ്. ആ പറഞ്ഞ ഡയറി ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്ലാക്ക് കളർ പേന ഞാൻ ഡയറിക്ക് യൂസ് ചെയ്യുമെന്ന്. അതാണ് ഗൈസ് ഈ പേന. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡയറി എഴുതാനാണ്. ഡയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കണ ഒരിതാണ് ഇത്. കണ്ട, പിന്നെ ഇത് ഞാൻ ജേർണലിങ്ങിൽ കീറി ഒട്ടിക്കാനും ഞാൻ യൂസ് ചെയ്ത ഒരു വിൻറ്റേജ് ലുക്ക് പേപ്പറാണ് ഇതിൻ്റെ പേപ്പർ. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ഇത് എഴുതാറ്. പിന്നെ ഇതെങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് കാന്തം കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള ഡയറി ഈ ഒരു സ്പൈഡറിൻ്റെ ഡയറിയാണ്. ഇതെനിക്ക് 2094 ആണ്. ഇത് 2024 ഇത് 2025 കിട്ടിയത്. ഇത് 2095 കിട്ടിയത്. അപ്പം ഈ ഡയറി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറിയിൽ ഞാൻ കുറേ എഴുതിയിട്ടുണ്ടായി. എന്നിട്ട് എനിക്ക് ആ വി ഗാർഡിൻ്റെ ഡയറി കിട്ടാത്തപ്പോൾ ഞാൻ ഇതിൽ ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് ഈ ഡയറിയിൽ തുടങ്ങാൻ അങ്ങോട്ട് താല്പര്യം വന്നില്ല ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. ഇതിൽ എഴുതിയതുകൊണ്ട് ഞാൻ കീറിക്കളഞ്ഞു നിന്നിട്ട്. പക്ഷെ എനിക്ക് അപ്ലൈക്കിന് വി ഗാർഡിൻ്റെ വലിയ ഡയറി കിട്ടിയതുകൊണ്ട് ഞാനിത് ഉപേക്ഷിച്ചു. അപ്പം ഇത്രയും സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളെങ്കിൽ എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കുറേ ജേർണലിംഗ് തീംസും കിട്ടും. നിങ്ങൾ ജേർണലിംഗ് ലവർ ആണെങ്കിൽ. പിന്നെ എൻ്റെ കയ്യിലുള്ള സപ്ലൈസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്ലൈസും എൻ്റെ സപ്ലൈസും സെയിം ആണെങ്കിൽ നമുക്ക് രണ്ടുപേരുടെയും അങ്ങനെ ജേർണലിങ്സ് ഒന്നായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ ബൈ.